ഹലോ ഗായ്സ്, അപ്പം ഇന്നലെ ഇട്ട വ്ളോഗിൻ്റെ ബാക്കി വ്ളോഗാണിത്, പാർട്ട് 2. അപ്പം ഞങ്ങൾ അബുദാബിയിൽ എത്തിയതിന് ശേഷം ഒരു റിസോർട്ട് അവർ ഓൾറെഡി ബുക്ക് ചെയ്ത് തന്നായിരുന്നു. അപ്പം ചെക്ക് ഇൻ ചെയ്യാൻ കുറേ ലാഗ് ചെയ്തു. ഒരുപാട് പേര് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കൊണ്ട് പ്രശാന്തനാണ് പോയത്, ഞങ്ങൾ പോയില്ല. അങ്ങനെ ഞങ്ങളുടെ റൂമിൻ്റെ താക്കോലൊക്കെ കിട്ടി. ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. ഞാൻ ആളുടെ വീഡിയോ എടുത്തില്ല, ആളോട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ് ഗൈസ്. അടിപൊളി റൂമായിരുന്നു ശരിക്കും, നല്ല വിസ്താരമായിട്ട് ഡാൻസ് കളിച്ച് കുളിച്ചൊരു ഞങ്ങളുടെ പെട്ടികളാണ് ഗൈസ്. പിന്നെ ഇത് ചായ അങ്ങനത്തെ ഒരു ചെറിയൊരു ടീ സെക്ഷനാണത്. പിന്നെ ഇതാണ് ബെഡ്. ഇത് 2 കുഞ്ഞി ബെഡാണ് തന്നത്. ഞങ്ങളത് അടുപ്പിച്ചിട്ടാണ് കിടന്നത്, കാരണം തെന്നൂന് അല്ലെങ്കിൽ അവളെ ഇടയ്ക്ക് ആ കുഴിയിലോട്ട് പോകും. അങ്ങനെ ഞാൻ ടി വിയും വൻ സെറ്റപ്പായിരുന്നു കേട്ടോ. പിന്നെ കർട്ടൻ ഞങ്ങൾ തുറക്കുന്ന ഒരു എക്സ്ട്രാ വ്ളോഗ് എടുക്കുമല്ലോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി എന്നല്ല, ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് ഫുൾ ബിൽഡിങ്സ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ഈ സൺസെറ്റിൻ്റെ ആ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു റീൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. വ്ളോഗ് എന്ന് പറഞ്ഞു ഇപ്പോൾ അത് ശീലമായി, സോറി ഗൈസ്. അപ്പം അതിലിട്ടിട്ടുണ്ട്, ഇഷ്ടമുള്ളവർ കയറി ചെന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞപ്പം എൻ്റെ കോളേജ് മേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അശ്വിനിയും അശ്വിനിയുടെ മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അശ്വിനി അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ, പുള്ളിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അശ്വിനി ഞങ്ങളുടെ റൂമിൽ വന്ന് കുറേ നേരം ഞങ്ങൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങളൊന്ന് റൂമിൻ്റെ പുറത്തിറങ്ങി. കാരണം എല്ലാവരും വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പം തെന്നൂനാണെങ്കിലും എനിക്കാണെങ്കിലും ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കാര്യമാക്കാതെ വന്നത് മുതലാക്കണമല്ലോ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അശ്വിനിനെ കണ്ടു, ഹസ്ബൻഡിനെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോയി. ഇത് തെന്നൂർ റിസോർട്ടിലേക്ക് ഞങ്ങൾ ശരിക്കും ഫ്രണ്ട് വഴിയാണ് പോയത്. ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ ബാക്ക് വഴിയാണ്. കാരണം ഈ റിസോർട്ട് എന്ന് പറയുന്നത് സിറ്റിയുടെ നടുക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്നപ്പോഴാണ്, ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ, അടിപൊളി സൺസെറ്റായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പം അരുണിമയുടെ കാല് വയ്യായിരുന്നു. അപ്പോൾ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും സ്വാതിയുടെ ഫാമിലിയും കൂടെ പുറത്തു പോകാൻ ശരിക്കും ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും അന്ന് വേറൊരു ഔട്ടിങ്ങിന് പോയേക്കുമായിരുന്നു. ഔട്ടിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഓൾറെഡി യാത്രയുടെ ക്ഷീണവും തെന്നും ഉറങ്ങുന്നതൊക്കെ ആയത് കാരണം, പിന്നെ അശ്വിനി വന്നതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പം ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് പോയത്. ടാക്സിക്ക് നല്ല റേറ്റാണ് അവിടെ. ഡ്രൈവേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് തോന്നുന്നു. അബുദാബിയിലൊക്കെ നല്ല പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. 1200 രൂപയോ എത്രയോ. ഞങ്ങൾ കുറച്ച് ദൂരെ പോയുള്ളൂ, പക്ഷേ 1200 രൂപയോ 1800 രൂപയാണ് ഞങ്ങളിരുന്ന് വാങ്ങിച്ചത്. അപ്പം അന്ന് ഞങ്ങൾ പോയ സമയത്ത് UAE ഡേ ആയിരുന്നു, നാഷണൽ UAEയോ സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് ലീവായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു ഞങ്ങൾ പോയ ആ ഒരു സമയം. ഇത് ഒരു ബീച്ച് സൈഡാണ്. അതിൻ്റെ അവിടെ നിന്ന് ഒരു വലിയൊരു ഫ്ലൈറ്റ്, അവിടെ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് അവർ വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിലൂടെ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ബീച്ചാണ്. ശരിക്കും ഈ ബീച്ചിലെ ഈ വെള്ളം ബ്ലൂ കളറാണ് ഗൈസ്. പക്ഷെ ഞങ്ങളുടെ മടി കാരണവും ഞങ്ങളുടെ ക്ഷീണം കാരണവും പിള്ളേരുള്ളത് കാരണവും ഞങ്ങൾ രാത്രിയായി എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും ആ ബ്ലൂ ലൈറ്റ്, വെള്ളത്തിൻ്റെ ആ ബ്ലൂ നിറം കാണാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇട്ടതിനകത്ത് കാണാം, വെള്ളത്തിനൊക്കെ നല്ല രസമുണ്ടാകും അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മാൽഡീവ്സിനകത്തൊക്കെ അവിടത്തെയൊക്കെ വെള്ളം കാണുന്നില്ല, അതുപോലത്തെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഞങ്ങളത് മിസ് ചെയ്തു. ഇതാണ് നൈറ്റ് വ്യൂ. തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൻ്റെ സൈഡിലേക്കൊക്കെ പോയി. ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് കയറി ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാത്രിയിലെ ഡിന്നർ ടൈമും നമുക്കറിയില്ല, പിന്നെ ടാക്സി കിട്ടുമെന്നും അറിയില്ല. ഇതെല്ലാം ഇത് UAE ഡേയുടെ ഭാഗമായിട്ട് അവരവിടെ കുറേ മ്യൂസിക്കൽ ഷോയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവിടുത്തെ പാലസിനകത്ത് കുറേ ലൈറ്റും ഇതൊക്കെ ഇടുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്യൂ ആണ് അത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയതൊന്നും പറയണ്ട, ടാക്സി കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ക്രോസ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഹൈവേ ആണ്. എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് അകത്തിടുമെന്ന് പേടിച്ച് ഞങ്ങൾ ഓട്ടോ ആയിരുന്നു. ഒറ്റ പ്രാവശ്യമേ ക്രോസ് ചെയ്തുള്ളൂ. പക്ഷേ ആ ഒറ്റ പ്രാവശ്യം ക്രോസ് ചെയ്തത്
നല്ല ഓടിയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും റീൽസൊക്കെ ചെയ്യാനാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഹരി ഇല്ലാത്തത് കാരണം ഇവർ ആ അവസരം മുതലാക്കി. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ റീൽസ് അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി അപ്പം തന്നെ കിടന്നുറങ്ങി. ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ വ്ലോഗ് ഞാൻ എടുത്തില്ല. തെന്നൂട്ടിന് പിറ്റേ ദിവസമായപ്പോൾ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു, എനിക്കും വയ്യായിരുന്നു. പിന്നെ തെന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അപ്പയുടെ കൂടെ പോയി കിടന്നുറങ്ങി. പ്രശാന്തനും ഉറങ്ങാൻ പറ്റിയില്ല, ഞങ്ങളും ഉറങ്ങിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അരുണിമയും ഹരിയും ഒക്കെ ആയി. അരുണി ആക്ച്വലി ഒന്ന് വീണിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ടുള്ള കാല് വയ്യായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അവൾ ഓക്കെ ആയി. ഞങ്ങളപ്പം എല്ലാവരും വേറൊരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞങ്ങളുടെ വെറൈറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ള മാളിലാണ് ഷോപ്പിങ്ങിന് പോയത്. തെന്നും ഭയങ്കര ഹാപ്പി ആയിരുന്നു, സെല്ലയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ കുറേ എല്ലാവിധ രാജ്യക്കാരും വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു, ദുബായ്, അബുദാബിയൊക്കെ. ഇപ്പം എല്ലാ നാട്ടിലും കാണും, എങ്കിലും ഞാൻ കുറച്ചും കൂടെ അധികം ആൾക്കാരെ കണ്ടു ഇവിടെ അബുദാബിയിൽ. അങ്ങനെ കുറേ ഒരു ആഫ്രിക്കൻ ഫാമിലി ഉണ്ടായിരുന്നു, അവരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിക്ക്. പിന്നെ ഹോട്ടലിൽ വെച്ചിട്ട്, റിസോർട്ടിൽ വെച്ചിട്ട് ഒരു US-ലെ ഒരു അങ്കിളിനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിന് 6000 എംപ്ലോയീസ് നാട്ടിലുണ്ട്, ഇന്ത്യൻ എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ജോലി ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചിരിക്കുമ്പോഴത്തേക്കും അങ്കിളുടെ ഫ്ലോർ എത്തി, അങ്കിൾ ഇറങ്ങി. അതുകൊണ്ട് പുള്ളിയോടൊന്നും ജോലിയുടെ കാര്യവും ചോദിക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. സ്വാതിയും ജിൻസിയും വേറൊരു സെക്ഷനിലേക്ക് പോയി. ഞങ്ങൾ നേരെ താഴെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്, ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ഇത് എൻ്റെ 2 സ്പെഷ്യൽ ആൾക്കാരാണ്, എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോനും വൈഫുമാണ്. ചേച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചി നേഴ്സാണ്. ഇതാണ് ഞങ്ങളുടെ ട്രിപ്പിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പം ഈ വ്ളോഗ് ഇനി ബാക്കിയുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. ഒറ്റയടിക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. ഇതിൽ ഞങ്ങൾക്ക് അവാർഡൊക്കെ കിട്ടുന്നുണ്ട്, ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പം അടുത്ത വ്ളോഗുമായി പിന്നീട് കാണാം. ബൈ.